കാലം നിർവീര്യമാകട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch the fire fingers, soak with the precious blood. Lord, infuse His Spirit of power and grace. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് സുവിശേഷ ഭാഗ്യങ്ങൾ, ഞാൻ എന്താണ് സുവിശേഷ ഭാഗ്യങ്ങൾ എടുത്തതെന്ന് അറിയാമല്ലോ അല്ലേ? സകല വിശുദ്ധന്മാരുടെയും തിരുനാളാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടാണ് ഈ മാസം ആരംഭിച്ചത്. അന്ന് വായിച്ച സുവിശേഷത്തിലേക്ക് കർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇപ്പം നിങ്ങളോട് ഘട്ടം ഘട്ടമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല ഇവിടുന്ന് കേട്ടതാ പഠിച്ചതൊന്നുമല്ല, വായിച്ചതൊന്നുമല്ല. ഇപ്പൊ എന്താ പറയണമെന്ന് അറിയാമോ? മത്തായി 5:5 അല്ലേ? ശാന്തശീലർ ഭാഗ്യവാന്മാർ. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ഭൂമി അവകാശമാക്കും. ശാന്തത ശീലമായിട്ടുള്ളവർ. ശീലം എന്ന് പറഞ്ഞാൽ എന്താ? ഹാബിറ്റ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാബിറ്റ് ഈസ് റിപ്പീറ്റഡ് ആക്ഷൻ. ഒരു കാര്യം തന്നെ തുടരെ തുടരെ ചെയ്തു വരുമ്പോഴാണ് അത് ശീലമായി മാറുന്നത്. കർത്താവ് എന്താ പറയണത്? ശാന്തത, ഒരു സുവിശേഷ സാക്ഷി ശാന്തത ശീലമാക്കണമെന്ന്. എന്നുവെച്ചാ ശാന്തതയ്ക്കെതിരെയാണ് എന്താണുള്ളത്? പ്രക്ഷുബ്ധത, ടെൻഷൻ. എല്ലാവരും പറഞ്ഞു ടെൻഷനാണോ? എല്ലാത്ത ടെൻഷനാണെന്ന് പറഞ്ഞു. അപ്പൊ ടെൻഷനാണെന്ന് പറയുമ്പോ കർത്താവ് പറയും ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. എന്താ കാര്യം? ഇതിന്റെ പിന്നിലെല്ലാം നമുക്ക് ഭൂമി അവകാശമാക്കാൻ പോകുന്നു. ദൈവമാണെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രക്ഷുബ്ധ അവസരം ഉണ്ടാകും. നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു കിഡ്നി പേഷ്യൻ്റ്. നിങ്ങളിടയ്ക്ക് ഞാൻ പറയാറുണ്ട്. അപ്പം എൻ്റെ കൂടെയൊക്കെ പറയും, അച്ഛൻ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയും. എന്താ കാര്യം അറിയാമോ? രോഗശാന്തി നൽകുന്ന ആൾ തന്നെ രോഗിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പൗലോസ് അപ്പോസ്തലനും രോഗിയായിരുന്നു. പല ആൾക്കാരും സുവിശേഷ വേലക്കാർ രോഗികളായിരുന്നു. അവരാ രോഗം അനുഭവിച്ചത് തന്നെ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഭാഗമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഭാഗം ഞാൻ എൻ്റെ ശരീരത്തെ സംവഹിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ. അപ്പോൾ പക്ഷേ എങ്ങനെയാണ് പ്രഷർ വന്നിട്ടാണ് ഇങ്ങനെ കിഡ്നി ഷ്രിങ്കായത്? പ്രഷർ എങ്ങനെ വന്നതാ? ദൈവം നമുക്ക് ഓരോരോ പുതിയ പുതിയ പദ്ധതികൾ തരും. അത് പക്ഷേ സമൂഹത്തിനോ സഭയ്ക്കോ ഒന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ചിലപ്പോൾ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ ഉണ്ടാവും.